പൂക്കളങ്ങളും പൂവിളികളുമായ ഓണത്തെ വരവേൽക്കാൻ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒരുങ്ങി നിൽക്കുമ്പോൾ മാവേലി നാടിൻ്റെ മറക്കാത്ത സ്മൃതികളുമായി മാപ്പിളപ്പാട്ടിൻ്റെ മൈലാഞ്ചി എഴുതിയ കുട്ടിപ്പട്ടുമാലിൻ്റെ ഈ കൊച്ചു കുരുന്നുകളും ഓണം ആഘോഷിക്കുകയാണ്. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആഘോഷിക്കുന്ന ഈ മഹത്തായ ഉത്സവത്തിൻ്റെ മഹത്തായ സന്ദേശം ഉൾക്കൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള കുട്ടിപ്പട്ടുമാലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങൾ ഏവരുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അല്ല, ഇതെന്താണ്? നമ്മുടെ എല്ലാവരുടെയും വകയാണ് ഞാൻ ഓണാശംസകളൊക്കെ പറഞ്ഞത്. എന്നിട്ട് നിങ്ങളിവിടെ ബിസിയാണോ ഞങ്ങളെയൊന്നും കൂട്ടാണ്ട്? ഇതെന്താണ്? ജഡ്ജസ് എവിടെ പോയി? ഞങ്ങളെ ഒന്നും കൂട്ടാണ്ട് നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ഓണം ആഘോഷിക്കണം അല്ലേ? ജഡ്ജസിനെ ഞാൻ വിളിക്കട്ടെ, നിങ്ങളെ ശരിയാക്കി തരുമെന്ന്. നമ്മുടെ ജഡ്ജസിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഫിറോസിക്ക, സജില ആൻഡ് ഷബ്നം. എല്ലാവർക്കും, നിങ്ങൾ 3 പേർക്കും ഞങ്ങളുടെ ഓണാശംസകൾ. ഇത് കണ്ടോ ഫിറോസിക്ക? ഇത് എന്തെങ്കിലും കണ്ടിരുന്നോ? കുട്ടികളൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല ഞങ്ങളെ. അവര് ബിസി ഓണക്കള വിടേ. സിനാൻ, നമ്മള് പാട്ടില് കാണേണ്ടതാണ് കേട്ടോ എല്ലാരും. ഇനി മതി മതി മതി, മക്കൾ ഇങ്ങോട്ടും കൂടി ശ്രദ്ധിച്ചോളൂ. ഓണമൊക്കെ അല്ലേ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരുടെയും മുഖത്തൊരു പുഞ്ചിരി കാണാനുണ്ടല്ലോ. ഈ പൂക്കളം ആരിട്ടതാ? എല്ലാരും കൂടിയാണ് ഇട്ടത്. ആരുടെയും മെയിൻ കോൺട്രിബ്യൂഷൻ? അപ്പൊ ഓണം ഇങ്ങ് എത്തി, അറിഞ്ഞില്ലേ? ഓണം ഇങ്ങ് എത്തി. സ്കൂളൊക്കെ അടച്ചില്ലേ? സ്കൂൾ അടച്ചിരിക്കല്ലേ? അല്ലേ? അപ്പോൾ നമ്മൾ പൂക്കളിടുന്നു, ഓണാഘോഷത്തിലേക്ക് കടക്കുന്നു. എന്തൊക്കെയാണ് ഓണത്തിൻ്റെ എല്ലാവരുടെ വിശേഷങ്ങളും അറിയണം. ഓരോരുത്തരുടെ ഓണവിശേഷങ്ങൾ ഓരോ തരത്തിലായിരിക്കും അല്ലേ? പിന്നെ ഞങ്ങളുടെ ഓണവിശേഷങ്ങൾ അറിയണ്ടേ? അതൊക്കെ പ്രേക്ഷകരെ അറിയിക്കണ്ടേ നമുക്ക്, അല്ലേ? നമ്മൾ പിന്നെ അതിൽ കൂടുതൽ നമ്മളൊരു ഓണം എന്ന് പറയുന്ന ഒരു ആഘോഷം ഒരു ദേശീയാഘോഷമാണെന്ന് കാണിച്ചു കൊടുക്കുകയാണ് കുട്ടിപ്പട്ടുമാലിലൂടെ, അല്ലേ? കുട്ടിപ്പട്ടുമാലിൽ ഒരു മാപ്പിളപ്പാട്ടിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഓണം എന്നൊരാഘോഷം ഒരു ദേശീയ ആഘോഷമാണെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുന്നത്. ആ ഒരു മതമൈത്രി കൂടി കാണിക്കുന്നതാണ് നമ്മളിപ്പോൾ ഈ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കുന്നത്. അതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? തുടങ്ങാമെന്ന് പറഞ്ഞപ്പോൾ എന്താ വിചാരിച്ചത്? തുടങ്ങിയോ? പൂക്കളിട്ടു. ഇനി നമുക്ക് കഥകളിലേക്കൊക്കെ പോണ്ടേ? കഥകൾ വേണം, നിങ്ങളുടെ വിശേഷങ്ങൾ അറിയണം. കോടിയൊക്കെ എടുത്തോ എല്ലാവരും? കോടി 1 കോടി 2 കോടി 3 കോടി അതല്ല, ഓണക്കോടിയൊക്കെ എടുത്തോ? ഉടുത്തോന്നല്ല, എടുത്തോ? എടുത്തില്ലേ? ഉത്രാടത്തിന് 3 ദിവസം, തിരുവോണത്തിന് എടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കൈരളിയിൽ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കുറേ കോടികൾ. കിട്ടുന്ന ഗിഫ്റ്റുകളെല്ലാം കോടികളാണ്. നമുക്ക് ഒരാളുടെ കുറവുണ്ട്. ഞാൻ പറയാം, വലിയ കുറവാണ്. മഹാബലിയുടെ ഒരു കുറവുണ്ട്. ഇവിടെ ഇല്ല, മഹാബലി, ഒറിജിനൽ മഹാബലി ഇവിടെ വരണമെങ്കിൽ ഒരു ആർപ്പോ വിളിയൊക്കെ വേണം. അതിന്റെ ഒരു കുറവുണ്ട്. അപ്പൊ ഒന്ന് വിളിക്കാം നമുക്ക്, അല്ലേ? മാവേലി മന്നനെ വരവേൽക്കുന്ന വിളിക്കാം അല്ലേ? വിളിച്ചൂടെ? വിളിക്കാം. ആർപ്പോ ആർപ്പോ ആർപ്പോ. ഫിറോസിക്കയുടെ ആർപ്പോ വിളിയൊക്കെ നമ്മൾ കേട്ടു. ഇനി നമുക്ക് ഷബ്നംതയുടെയും സജിലത്തയുടെയും ഓണവിശേഷങ്ങൾ കേൾക്കണ്ടേ? സജിലത്തയുടെ ഓണവിശേഷങ്ങളൊക്കെ പറയൂ. 2 ദിവസം കഴിഞ്ഞാൽ തിരുവോണാണ്. ഓണം എന്ന് വെച്ചാൽ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം നമ്മളും ഓണം ആഘോഷിക്കാറ് എല്ലാവരെയും പോലെ തന്നെ പൂക്കളിടാറുണ്ട്, പായസം വെക്കാറുണ്ട്. പിന്നെ രാത്രിയാകുമ്പോൾ ഓണത്തിൻ്റെ ഷോസ് ഉണ്ടാവും, അടിച്ചു പൊളിക്കും. അത് തന്നെയാണ്, പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. അതാണ്, ഓണത്തിന് ഒരുപാട് ഷോസ് ഉണ്ടാവും. നിങ്ങളൊക്കെ കാണാൻ പോണോട്ടോ ഇത്തമാരുടെ ഷോസ്. പോയില്ലേ? ഇനി ഷബ്നംതയുടെ ഓണവിശേഷങ്ങൾ കേൾക്കട്ടെ. എൻ്റെ വിശേഷം, കുഞ്ഞിലേ തൊട്ട് തന്നെ ശാലിനി എല്ലാ ഓണത്തിനും നിർബന്ധമായിട്ട് പൂക്കളം ഇടാറുണ്ട്. പൂക്കളം ഇടും. ഇപ്പോൾ കുട്ടികളായതിനു ശേഷവും അവരുമായിട്ടിരുന്ന് പൂക്കളം ഇടും. പിന്നെ എനിക്ക് ഒരു ക്രേസാണ്, വേറൊന്നുമല്ല, ഇങ്ങനെ പകലൊക്കെ ഇരിക്കുമ്പം ഇങ്ങനെ ടക്കട എന്ന് പറഞ്ഞിട്ടൊരു സൗണ്ട് കേൾക്കും ചെണ്ടയുടെ. അപ്പം ഞാൻ ഇറങ്ങി ഓടും. പിള്ളേരെ കാട്ടി മുന്നേ ഞാൻ ഓടും. മറ്റേ പുലിക്കളി
കുട്ടികളെ ഇവരത്രയുള്ള കുട്ടികളാണ്. അവിടെ ഇങ്ങനെ ദേഹത്തൊക്കെ ഇങ്ങനെ പുലി വേഷം ഒക്കെ പെയിൻ്റൊക്കെ ചെയ്തിട്ട് വരും. ഭയങ്കര രസമാണ് അത് കാണാൻ. അപ്പം അവർ പോയി നിന്ന് കുറേ നേരം ക്യാമറയിലൊക്കെ എടുക്കും. അതൊക്കെ ഭയങ്കര രസമാണ്. സദ്യ ഉണ്ടാക്കും, എല്ലാവരുമായിട്ട് സദ്യ കഴിക്കും, അങ്ങനെയൊക്കെയാണ്. എല്ലാവർക്കും മനോഹരമായ ഓണവിശേഷങ്ങളാണ് പറയാനുള്ളത്. ഇനി ഫിറോസിക്കയും കൂടി കേൾക്കട്ടെ. ഫിറോസിക്കയ്ക്ക് എന്താണ് ഓണത്തിനെ കുറിച്ച് പറയാനുള്ളത്? എൻ്റെ ഓണവിശേഷം, ഞങ്ങൾ പരിപാടിക്കാരെ സംബന്ധിച്ച് ഓണവിശേഷം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാന ഘടകം പ്രോഗ്രാം. തീർച്ചയായിട്ടും പ്രോഗ്രാം ഉണ്ടാവും എന്നുള്ളത് ഒരു ഭാഗം. പക്ഷേ ഓണ ആഘോഷം എന്ന് പറയുന്നത് കൂട്ടുകാരുടെ കൂടെ, എൻ്റെ കുട്ടിക്കാലത്തൊക്കെയുള്ള ഓർമ്മയിൽ കൂട്ടുകാരുടെ കൂടെ ഒരു വട്ടി എടുത്തുകൊണ്ടാണ് അന്ന് പൂക്കൾ പറിക്കാൻ പോകുന്നൊരു സ്വഭാവം. അധികം അന്നൊക്കെ പറിക്കുന്നത് ഒരുപാട് കൂട്ടുകാരുടെ കൂടെ ഒന്നിച്ച് അതൊരു ഭയങ്കര രസകരമായൊരു യാത്രയാണ്. അപ്പോൾ അധികം പറിക്കുന്നത് എൻ്റെ ഓർമ്മയിൽ തുമ്പ എന്ന് പറയുന്ന അതന്ന് ഒരുപാടുണ്ട്. ഇപ്പം തുമ്പ തന്നെ ഇല്ല. തുമ്പ അറിയോ? ഇപ്പം എല്ലാവരും മേടിക്കാൻ തോന്നുന്നു തുമ്പപ്പൂ. വാട്ട് ഈസ് തുമ്പ? തുമ്പ മണ്ണ്, തുമ്പ മണ്ണ് കോരുന്ന സാധനമാണ്. തുമ്പച്ചെടിയിൽ ഒരു തുമ്പപ്പൂവുണ്ട്, വെളുത്ത പൂവ് കേട്ടോ. അങ്ങനെ ആ പൂവ് പറിക്കാൻ അങ്ങനെ ഒരുപാട് കിട്ടുന്ന പൂവുകളെല്ലാം പറിച്ച് പൂക്കളം ഇടുക എന്ന് പറയുന്നതിൽ ജോയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ ഒരു സമയത്ത് ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ഒരു ഏരിയയിലൊക്കെ ഒരുപാട് വിപുലമായിട്ട് ഓണം ആഘോഷിക്കുന്ന ഒരുപാട് കുടുംബങ്ങളിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് ഈ ഓണത്തിൻ്റെ ഒരു സദ്യയുടെ ഒരുപാട് വിഭവങ്ങൾ, പായസം കൊണ്ടുവരിക. പിന്നെ ഓണത്തിന് ഇരിക്കപ്പുറതി ഇല്ലല്ലോ, പ്രോഗ്രാമല്ല ഉദ്ദേശിച്ചത്. ഓണത്തിന് കൂട്ടുകാരുടെ വീടുകളിലേക്കുള്ള യാത്രയല്ലേ അത്. ഇപ്പോൾ പെരുന്നാളോ ക്രിസ്മസോ ഒക്കെ ആണെങ്കിൽ ആ പെർട്ടിക്കുലർ ഡേയിൽ വരണം. ഓണത്തിന് ഇപ്പോൾ ഇന്ന് പറ്റില്ല എന്ന് പറഞ്ഞാൽ പറയും എന്നാൽ നാളെ വരൂ, അല്ലെങ്കിൽ പറയും ഉത്രാടത്തിന് ചിലപ്പോൾ ക്ഷണിക്കും, അല്ലെങ്കിൽ പറയും ഒന്നാം ഓണത്തിന് എത്തണമെന്ന്, അല്ലെങ്കിൽ രണ്ടാം ഓണത്തിന് എത്തണമെന്ന്. അങ്ങനെ നമുക്ക് പോകാമല്ലോ വീടുകളിൽ. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ട് പിന്നെ ആഘോഷിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന മറ്റ് ഈ ഓണവുമായിട്ട് ബന്ധപ്പെട്ട ഓണാഘോഷത്തിന് സർക്കാരിൻ്റെ തന്നെ ഒരുപാട് പരിപാടികൾ അവിടെയൊക്കെ പോവും. ഒരുപാട് ഇപ്പോൾ ഈ നമ്മുടെ പട്ടുറുമാലിലൊക്കെ ഭാഗമാകാനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ചടങ്ങുകൾക്ക് അതിഥി ആയിക്കൊണ്ടും ഉദ്ഘാടകനായിക്കൊണ്ടൊക്കെ പോകാനുള്ള ഭാഗ്യം കൂടി ഉണ്ടാവാറുണ്ട്. അതൊരു കുറച്ചു കാലത്തെ ഒരു ഓർമ്മകൾ എന്നുള്ള നിലയിൽ അതാണ്. പിന്നെ രാത്രി ഒരു പരിപാടിക്ക് പോയാൽ പ്രോഗ്രാം തീർച്ചയായിട്ടും തുടങ്ങുന്നത് ഒരു ഓണപ്പൂവെ പാടിക്കൊണ്ടായിരിക്കും. ഇവിടെ നമ്മൾ ഓണപ്പൂക്കളം ഇട്ടു, അതുപോലെ ഓണപ്പാട്ടുകൾ നമ്മൾ കേൾക്കും. പിന്നെന്തൊക്കെയാണ്? സദ്യ കൊണ്ടുണ്ടേ. പിന്നൊരു കാര്യം കൂടി ഉണ്ട്. എന്തായിരിക്കും അത്? മാവേലി എത്തിയെന്ന് നമ്മൾ ഓൾറെഡി സങ്കല്പിച്ച് കഴിഞ്ഞു. നിങ്ങൾക്കൊരു കാര്യം വേണ്ടേ? എന്തായിരിക്കും? ഓണപ്പുടവ വേണ്ടേ? ഓണപ്പുടവ ആര് തരും നമുക്ക്? FIP കാഷ്വൽ ഷർട്ട്സും പ്രിൻസ് പട്ടുപാവടയും നൽകുന്ന ഓണപ്പുടവ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും കേട്ടോ. തരട്ടെ ഫിറോസിക്ക? ഇവർക്ക് നല്ലൊരു ഓണപ്പുടവ കൊടുത്താലോ? കൊടുക്കാം. ഓണപ്പുടവകൾ നിങ്ങൾക്ക് നൽകുന്നതിന് മുമ്പ് ഒരു വ്യക്തിനെ കൂടി നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കണ്ടേ? അദ്ദേഹം ഓണപ്പാച്ചിലാണ്. ഓണത്തിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടി നടക്കുക. ഒരു കാരണവരാണ് അദ്ദേഹം. നിങ്ങൾക്ക് മനസ്സിലായോ ആരാന്ന്? നിങ്ങളുടെയൊക്കെ സ്വന്തം ബഷീർക്കനെയും കൂടി വിളിക്കുക ഈ സ്റ്റേജിലേക്ക്. വിളിക്കൂ ബഷീർക്ക. ഞാൻ കേട്ടത് ഇവിടെ പ്രോഗ്രാമിൻ്റെ തിരക്ക്, പായസത്തിൻ്റെ തിരക്ക്. പക്ഷെ പലപ്പോഴും നമ്മൾ ഓണത്തിൻ്റെ ഒരു തിരക്കിനെ കുറിച്ച് പറയാറുണ്ട്. ഉത്രാടപ്പാച്ചിൽ. പിന്നീട് ഒരു സംഭവം അത് കിട്ടേണ്ടതാണ് എല്ലാവർക്കും. ഓണത്തല്ല് കിട്ടിയിട്ടില്ല. പിന്നെ ഇവർ മറന്നുപോയൊരു കളി. ബഷീർ, ഓണത്തല്ല് നമുക്ക് കിട്ടുന്നതാണോ? അത് കിട്ടും. മിക്കവാറും ഈ പോക്ക് പോയാൽ കിട്ടാൻ സാധ്യതയുണ്ട് ഓണത്തല്ല്. പിന്നൊരു സംഭവമുണ്ട്, ഓണക്കളി. അതിവർ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ ഓണക്കളി? സജിൽ കണ്ടിട്ടുണ്ടോ? നമ്മൾ എറണാകുളത്ത് തൃക്കാക്കര ഭാഗത്തൊക്കെ ഓണക്കളി ഉണ്ട്. അപ്പൊ ശാലിനി ഒരു ഉഗ്രൻ ഓണക്കളി ഇപ്പൊ കളിക്കും അല്ലേ? ഊഞ്ഞാല് കിട്ടിത്തരുമോ? അതൊരു ഓണക്കളിയല്ലേ? അത് ഊഞ്ഞാൽ പാട്ട്, ഊഞ്ഞാലാട്ടം ഒക്കെ ഉണ്ട്. അതായത് ഓണം ഊഞ്ഞാല് കിട്ടിത്തന്നാ ഞാൻ കളിക്കാം. പിന്നെ എല്ലാവരെ പോലെയും ഭക്ഷണം ഉച്ചയ്ക്ക് ഓണസദ്യ. മിക്കവാറും നമ്മളുടെ വീട്ടിലായിരിക്കില്ല ഭക്ഷണം. നമ്മുടെ ഇതര മതസ്ഥരായിട്ടുള്ള ആൾക്കാരുടെ വീട്ടിൽ പോയി നമ്മളൊരു ഭക്ഷണം കഴിക്കും. ഉണ്ടെങ്കിൽ വൈകിട്ടൊരു പ്രോഗ്രാമിന് പോവും, ഇല്ലെങ്കിൽ ആ ഓണക്കളിയിൽ ഒന്ന് സജീവമായിട്ട് പങ്കെടുക്കും. നമ്മുടെ നാടിൻ്റെ ഒരു യശസ്സും ഒക്കെ മേലോട്ട് ഉയരുന്നൊരു സമയമാണ്. അപ്പോൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പറ്റിയാൽ അതിലൂടെ പങ്കെടുക്കും. അതാണ് എൻ്റെ ഒരു ഓണം. എല്ലാ പ്രിയപ്പെട്ട മലയാളി പ്രേക്ഷകർക്കും കുട്ടിപ്പട്ടുറുമാലിൻ്റെ വക എൻ്റെ വക ഓണാശംസ.
കുട്ടികളെ, നിങ്ങളുടെ ഗുരുക്കന്മാരെല്ലാവരും കൂടി ചേർന്ന് നിങ്ങൾക്ക് ഓണപ്പുടവ നൽകുന്നതായിരിക്കും കേട്ടോ. പ്രിൻസ് പട്ടുപാവട നൽകുന്ന സമ്മാനമുണ്ട്. അതുപോലെ FIP കാഷ്വൽ ഷർട്ട്സ് നൽകുന്ന ഓണപ്പുടവയുമുണ്ട്. ഓണപ്പുടവയൊക്കെ കൂടി കിട്ടിക്കഴിഞ്ഞപ്പോൾ കുറേ കൂടി സന്തോഷമായില്ലേ? അപ്പൊ ഒരിക്കൽ കൂടി ഒരു തകർപ്പൻ ആർപ്പോ വിളിച്ചാലോ നമുക്ക്? ബഷീർക്ക ആർപ്പോ ആർപ്പോ FIP കാഷ്വൽ ഷർട്ട്സും പ്രിൻസ് പട്ടുപാവട എറണാകുളമാണ് നമുക്ക് ഈ ഓണപ്പുടവ സമ്മാനിച്ചതല്ലേ. ഇനി ഈ സന്തോഷത്തിൽ നമുക്ക് എല്ലാവർക്കും ലോകമെമ്പാടുമുള്ള എല്ലാ കുട്ടിപ്പട്ടുമാലിന്റെ പ്രേക്ഷകർക്കും ഒരു നല്ല ഓണാശംസകൾ ആശംസിക്കാം. എല്ലാരും കൂടി പറഞ്ഞോളൂ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കുട്ടിപ്പട്ടുമാലിന്റെ ഈ വേദിയിൽ കോമ്പറ്റീഷൻസിന് തൽക്കാലം വിരാമം. കാരണം ഞങ്ങൾക്ക് അതിനുള്ള സമയമില്ല. ഞങ്ങൾ എല്ലാവരും ഓണത്തിന്റെ തകർപ്പൻ ആഘോഷത്തിലാണ്. ഓണപ്പൂക്കളമിട്ടു, പുടവകൾ കൊടുത്തു. ഇനി മനോഹരമായ ഓണപ്പാട്ടുകളുമായി എത്തുന്നു നമ്മുടെ വളരെ പ്രിയപ്പെട്ട ജഡ്ജ് സാദിമായി ഫിറോസിക്ക. ഓണപ്പൂവേ ഓമൽപ്പൂവേ നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ. ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽപ്പൂവേ പൂവേ പൂവേ നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ. അന്തർദാഹ സംഗീതമായി സന്ധ്യാപുഷ്പ സൗരഭമായി അന്തർദാഹ സംഗീതമായി സന്ധ്യാപുഷ്പ സൗരഭമായി അനുഭൂതികൾ പൊന്നിതളിതളായി അഴകിൽ വിരിയും തീരമിത. ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽപ്പൂവേ പൂവേ പൂവേ നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ. വില്ലും വീണ ശംഖൊലികൾ മണ്ണിൻ സ്വപ്നമഞ്ജരികൾ വില്ലും വീണ ശംഖൊലികൾ മണ്ണിൻ സ്വപ്നമഞ്ജരികൾ കവിതൻ ശാരിക കളമൊഴിയാൽ നറുതേ ചൊരിയും തീരമിത. ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽപ്പൂവേ പൂവേ പൂവേ നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ 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 ഇതാ.
ഫിറോസിക്കയുടെ ഒരു മനോഹരമായ ഓണപ്പാട്ട് നമ്മളെല്ലാവരും കേട്ടു. ഫിറോസിക്ക, ആ പാട്ടും കൂടി ആയപ്പോഴത്തേക്കും ഓണാഘോഷത്തിന്റെ ഉഷാർ ഒന്നും കൂടി. എന്ത് തോന്നുന്നു, ഇനിയുണ്ടോ ഓണപ്പാട്ടുകൾ? നമ്മൾ വേദികളിൽ പാടുമ്പോൾ എപ്പോഴും ഒരു തുടക്കം കുറിക്കുന്ന പാട്ടാണിത്. അത് പാടാൻ കഴിഞ്ഞാൽ എനിക്ക് വളരെ നന്ദിയുണ്ട്, ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഈ ഓണാഘോഷം, ദേശീയാഘോഷമായ ഓണം നമ്മളിവിടെ ആഘോഷിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു പാട്ട് പാടാൻ കഴിഞ്ഞുള്ളൊരു സന്തോഷം. ആ പാട്ട് ഓണപ്പൂവേ സലീൽദയുടെ പാട്ടാണ്, ONV സാറിൻ്റെ വരികളാണ്. വല്ലാത്തൊരു ആലാപനമാണ് ദാസേട്ടൻ്റെ. അപ്പോൾ അത് പാടാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഓണം ആഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ടൊരു സിനിമാ പാട്ട് പ്രേക്ഷകരെ കേൾപ്പിക്കുക എന്ന് പറയുമ്പോഴും പട്ടുറുമാലിനെ സംബന്ധിച്ച് അതിൽ വലിയൊരു അഭിമാനമുണ്ട്. അങ്ങനെ കൂടെ പറയുകയാണ് ഞാൻ. വളരെ സന്തോഷം. താങ്ക് യു ഫിറോസിക്ക. ഈ മനോഹരമായ പാട്ടിന് തീർന്നിട്ടില്ലാട്ടോ, ഇനിയുമുണ്ട് നിങ്ങൾക്ക് സർപ്രൈസസ്. അടുത്ത പാട്ടുമായിട്ട് എത്തുന്നത് ഷബ്നം. അപ്പോൾ വീണ്ടും ഇതാ എൻ്റെ പാർട്ട്നേഴ്സ് നിങ്ങളുടെ മുമ്പിൽ ഇനി ഓണപ്പാട്ടുകളുമായിട്ട് എത്തുകയാണ്. അപ്പോൾ ഞാൻ വേദി വിടുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി കൈരളിയുടെ കുട്ടിപ്പട്ടുറുമാലിൻ്റെ എല്ലാ ലോക പ്രേക്ഷകർക്കും മനസ്സ് നിറഞ്ഞ ഓണാശംസകൾ ഒരിക്കൽ കൂടി നേരുകയാണ്. ഇനി അടുത്ത ഓണപ്പാട്ടുമായി എത്തുന്നു ഷബ്നം താ.
ഈ ഓണക്കാലത്ത് ഇതുപോലെയുള്ള മനോഹരമായ പാട്ടുകൾ കേൾക്കാൻ ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ്. ഷബ്നം, ഇതൊക്കെ തന്നെയാണ് നിങ്ങൾ പ്രോഗ്രാംസിനും സ്ഥിരം പാടാറ് ഓണക്കാലത്ത്? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടായത്. നമ്മുടെ പ്രത്യേകിച്ച് അതിൻ്റെ ആ പാട്ടിലെ വിഷ്വൽസൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ നസീറങ്കളും ഒക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പം എന്തോ ഒരു ഈ രാഗത്തിൻ്റെതാണോ എന്തോ ഒരു ഭയങ്കര ഒരു ശരിക്കും ഓണം ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു സോങ് പാടുമ്പോൾ. തീർച്ചയായിട്ടും ഇവരുടെ പാട്ടുകളില്ലാതെ എന്ത് ഓണമല്ലേ. തീർന്നിട്ടില്ല, ഇനിയുമുണ്ട്. നമ്മുടെ സജില വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഒരു നല്ല ഓണപ്പാട്ടുമായിട്ട്. എല്ലാ കൈരളി പ്രേക്ഷകർക്കും ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ കുട്ടിപ്പട്ടുറുമാലിൻ്റെ പേരിൽ ഓണാശംസകൾ നേരുന്നു.
സജ്ല അതിഗംഭീരം. നിങ്ങൾ 3 പേരും കൂടി ഞങ്ങൾക്ക് ശരിക്കും ഒരു ഓണ സദ്യ തന്നെ നൽകി ഇവിടെ. ഈ ഓണത്തിന് വേറൊരു ചെറിയ വിശേഷം കൂടിയുണ്ട്. സജ്ല ഒരു സിനിമയിൽ പാടിയില്ലേ? കഴിഞ്ഞു അതിന്റെ റെക്കോർഡിംഗ് ഒക്കെ? റെക്കോർഡിംഗ് കഴിഞ്ഞു. സണ്ണി വെയിൻ്റെ മൂവിയാണ്. ഗോപി സുന്ദർ മ്യൂസിക്. സാരഥി എന്ന് പറയുന്ന മൂവിയിൽ ഒരു അടിപൊളി പാട്ടാണ്. ഓ, ഗോപി സുന്ദർ മ്യൂസിക്കിലൊക്കെ ആരും ആഗ്രഹിക്കൂലേ? അതെ, തീർച്ചയായിട്ടും. ശരിക്കും അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. ഭയങ്കര പേടിച്ചിട്ടായിരുന്നു പോയി പാടി, പക്ഷെ ഭയങ്കര കൂളായിരുന്നു ആള്. അതുകൊണ്ട് ഈസിയായിട്ട് പാടാൻ പറ്റി. ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് കൈരളി ടിവിയുടെയും കുട്ടിപ്പട്ടുമാലിൻ്റെയും എൻ്റെയും വക എല്ലാവിധ ഓണാശംസകളും നേരുന്നു. നമ്മുടെ ജഡ്ജസ് നമുക്ക് അതിമനോഹരമായ പാട്ടുകൾ പാടിത്തന്നു. ഇനിയുമുണ്ട് പാട്ടുകൾ ബാക്കി. ബഷീർക്കയും കുട്ടികളും കൂടി ചേർന്ന ഒരു മനോഹരമായ ഓണപ്പാട്ട്. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ ഒട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം. വരവേൽക്കാൻ ആളു വേണം, കൊടിതോരണങ്ങൾ വേണം. വിജയശ്രീലാളിതരായി വരുന്നു ഞങ്ങൾ. ചെങ്ങോലകൾ പൊന്നോലകൾ മാടി മാടി വിളിക്കുന്നു. തെന്നൽ വന്നു വെഞ്ചാമരം വീശിത്തരുന്നു. മരുമാടിക്കുട്ടനിന്ന് പനി നിൽക്കവടിയാട്ടം. കാവിലമ്മയ്ക്കുന്നു രാത്രി ഗരുഡൻ തൂക്കം. കൈരളി ടിവിയിലിന്ന് കുട്ടിപ്പാട്ടിൽ പൊട്ടുമായി പട്ടുറുമാ നല്ല പാട്ടു പാടുന്നേ. കൈരളി ടിവിയിലിന്ന് കുട്ടിപ്പാട്ടിൻ പൊന്നോണമായി കുട്ടിപ്പട്ടുറുമാൽ നല്ല പാട്ടു പാടുന്നേ. കറുത്ത ചിറകു വെച്ച അരയന്ന പിട പോലെ കുതിച്ചു കുതിച്ചു പായും കുതിര പോലെ. തോൽവി എന്തെന്നറിയാത്ത, തല താഴ്ത്താൻ അറിയാത്ത കുട്ടിപ്പട്ടുറുമാലിത ജയിച്ചു വന്നേ. ആ കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ ഒട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം. വരവേൽക്കാൻ ആളു വേണം, കൊടിതോരണങ്ങൾ വേണം. വിജയശ്രീലാളിതരായി വരുന്നു ഞങ്ങൾ.
പൂമാലിന്റെ